കേട്ടിട്ട് പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് വരാത്തത് കൊണ്ട് എല്ലാവരും ആശങ്കയിലാണ് അല്ലെ. ഇപ്പൊ സർവീസിലുള്ള അധ്യാപകരുടെ എക്സാം ഡേറ്റ് ഇനിയും വന്നിട്ടില്ല. അതുപോലെ കഴിഞ്ഞ ഫെബ്രുവരി 21-നും 23-നും നമ്മൾ പരീക്ഷ എഴുതി, അതിന്റെ റിസൾട്ടും വന്നിട്ടില്ല. സാധാരണ നോർമൽ കേഡറ്റ് പരീക്ഷ കഴിഞ്ഞ് 60 ദിവസത്തിനുള്ളിൽ റിസൾട്ട്, അതായത് പ്രൊഫഷണൽ കീയും റെക്ടിഫൈഡ് കീയും റിസൾട്ടും വരണം എന്നാണ് ക്രൈറ്റീരിയ പ്രകാരം. പക്ഷെ ഇത്രയും ആയിട്ട് റിസൾട്ട് വന്നിട്ടില്ല. അപ്പൊ എല്ലാവരും ടെൻഷൻ ആക്കുകയാണ്. ഇനി സ്കൂൾ തുറക്കാനായി, ആകെ മൊത്തം എല്ലാവരെയും കൊണ്ട് ആകെ മൊത്തം ഹറിബറി ആയിട്ട് എല്ലാവരും ഇരിക്കുകയാണ് അല്ലെ. അതായത് ഇപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുറെ ദിവസം പരീക്ഷാ ഭവനുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ അറിയാൻ സാധിച്ചത്, ഇതിന്റെ ഈ കേട്ടിട്ടാണ് ഈ SLC പരീക്ഷ അല്ലെങ്കിൽ +2 പരീക്ഷ എല്ലാം നടത്തുന്നത് അല്ലെ. അപ്പൊ ഈ പരീക്ഷയുടെ റിസൾട്ട്, ഇലക്ഷൻകാർ റിസൾട്ട് വരാൻ വൈകി. അപ്പൊ എല്ലാം കൂടെ ആകെ മൊത്തം കൺഫ്യൂഷനിലായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് പരീക്ഷാ ഭവന്. അപ്പൊ നമുക്ക് അറിയാൻ സാധിച്ചത് ഈ +2ന്റെയും 10ാം ക്ലാസ്സിന്റെയും റിസൾട്ട് വന്ന ശേഷം മാത്രമേ കേഡറ്റിന് റെക്ടിഫൈഡ് കീയും അതുപോലെ റിസൾട്ടും വരും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സർവീസുള്ള അധ്യാപകർക്കുള്ള പരീക്ഷാ ഡേറ്റും അതുപോലെ അടുത്ത കേഡറ്റിനുള്ള നോട്ടിഫിക്കേഷൻ ഒക്കെ വരും. അപ്പൊ നമ്മൾ അവിടെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ മാസം ലാസ്റ്റോട് കൂടി ഇതിനെല്ലാ കാര്യങ്ങളും ഒരു തീരുമാനത്തിലാവും. ഈ മെയ് ലാസ്റ്റോട് കൂടി, അതായത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് നിങ്ങൾ റിസൾട്ടുകളൊക്കെ വരും എന്നാണ് പറഞ്ഞത്. അപ്പൊ ടെൻഷൻ അടിക്കേണ്ട, ഈ മാസം ലാസ്റ്റോട് കൂടി ഒരു തീരുമാനം ഉണ്ടാവും. സർവീസുള്ള അധ്യാപകർ പഠിച്ചു തുടങ്ങിക്കോളും. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ മൊത്തം സ്കൂൾ തിരക്കായിരിക്കും. അപ്പോഴേക്കും എക്സാം ഡേറ്റും വരും, പുതിയ കേട്ടറ്റ് നോട്ടിഫിക്കേഷനും വരും, ഈ റിസൾട്ട് എല്ലാം കൂടെ വരും. അപ്പൊ പഠിച്ചുറങ്ങുക. കേട്ടറ്റിന്റെ ബാച്ച് നമ്മുടെ ഐം സ്റ്റഡി സെന്ററിൽ പുതിയ ബാച്ച് സർവീസുള്ള അധ്യാപകർക്കും നോർമൽ കേട്ടറ്റിന്റെ ബാച്ചും ആരംഭിച്ചിട്ടുണ്ട്. ടെൻഷൻ ആവണ്ട, ഈ മാസം ലാസ്റ്റ് തന്നെ നമുക്ക് റിസൾട്ട് വരും.